പ്രത്യാശയുടേതായ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ എൻ്റെ ഓർമ്മയിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ ഒരു വരി പ്രത്യാശയുടേതാണെങ്കിൽ രണ്ടാമത്തേത് നഷ്ടബോധത്തിൻ്റേതാണ്. ഈ കാലഘട്ടത്തിൻ്റെ സ്ഥിതിവിശേഷം ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10 മക്കളുള്ള അമ്മയും പറയുന്നത് തനിക്ക് ആരുമില്ലെന്നാണ്. എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം നമുക്ക് ആരുമില്ല എന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ഈ മനോഹരമായ ഗാനത്തിൽ പറയുന്നതാണ്, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും നമുക്ക് ക്രിസ്തേശു നായകൻ കൂട്ടാളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാമുണ്ട്. ആരുമില്ലെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണാടി നോക്കണം. ആ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ മുഖം കാണുന്ന കണ്ണാടിയല്ല, മറിച്ച് ആത്മാവിനെ കാണുന്ന കണ്ണാടി. ആത്മാവിനെ കാണുന്ന കണ്ണാടിയാണ് വേദപുസ്തകം. അതിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ നിറവുകളെയും തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഭൂമിയിൽ നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേദനിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ തിരുമൊഴികൾക്കുള്ള ഉത്തരമായുള്ള നമ്മുടെ മറുമൊഴിയാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നത് എന്തിനാണ്? മർക്കോസ് 3:13 പറയുന്നുണ്ട്, കർത്താവ് വിളിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് പ്രകാരമാണ്, അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരെ എന്തിനാണ് അവൻ വിളിച്ചത്? മർക്കോസ് 3:14 അദ്ദേഹം അത് വിശദമാക്കുന്നു, തന്നോട് കൂടെ ആയിരിക്കാൻ. കർത്താവിനോട് കൂടെയല്ല നമ്മളെങ്കിൽ നമ്മൾ കാണുന്നതിനെയെല്ലാം നമ്മുടെ കൂടെയാക്കും. കല്ലുകളെ അപ്പമാക്കി മാറ്റുന്ന പ്രലോഭനത്തിന് മുമ്പിൽ നമ്മൾ വീണു പോകും. തിബേരിയാസിൽ കർത്താവിൻ്റെ കൂട്ട് ഇല്ലെന്ന് തോന്നിയപ്പോൾ പിന്മാറ്റക്കാരുടെ കൺവെൻഷൻ അവിടെ ഉണ്ടാകുകയാണ്. അത് കർത്താവ് തലവനാക്കി നിശ്ചയിച്ച പത്രോസിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയം. മോശയുടെ കൂട്ട് എപ്പോൾ ഈ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് നഷ്ടമായോ, അവൻ എപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് മലയുടെ മുകളിലേക്ക് കയറിയോ, ആ സമയത്ത് അതുവരെ ദൈവചിന്തയിൽ നയിച്ചിരുന്ന ഒരു വ്യക്തി കൂടെ ഇല്ലാതായപ്പോൾ അവർ താഴാവുന്നതിൻ്റെ പരമാവധി മാറുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ദൈവങ്ങളെ അവർ വാർത്ത് എടുക്കുകയാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ സ്വന്തമാക്കി എടുക്കാനും തങ്ങൾ എങ്ങനെ പോകണം എന്ന് തങ്ങൾക്ക് വ്യക്തമായി ബോധ്യം തരുന്ന ദൈവത്തെ ഉപേക്ഷിക്കുവാനും അവർക്ക് ഒട്ടും മടിക്കാനായിട്ട് ഇടവന്നില്ല. അവർ കാളക്കുട്ടിയെ ദൈവമാക്കി മാറ്റി. ശിഷ്യന്മാർ കാറ്റിൽ കടലിൽ ചതിക്കുമെന്ന് ഓർത്ത് നിലവിളിച്ചപ്പോൾ യേശുക്രിസ്തു കടലിൻ്റെ തിരകളെ അടക്കി അവന് അവിടേക്ക് കടന്ന് വന്ന് അവരുടെ വള്ളത്തിൽ കയറി കാറ്റിൻ്റെയും കടലിൻ്റെയും ഭൂമിയുടെയും എല്ലാം ദൈവം അവനാണെന്ന് തെളിയിച്ചാണ്. അവർ ആ സമയത്ത് വിസ്മിതരായിട്ട് മാറുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെപ്പറ്റി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ചിന്തയുടെ ബോധ്യതലം അവർക്കുണ്ടാകുന്നില്ല. അവരടുത്തായിട്ട് കണ്ട പഴയ വല വീണ്ടും എടുത്ത് ഉണക്കുകയാണ്. പഴയ കടലിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. കർത്താവിൻ്റെ വാക്കുകളൊന്നും പത്രോസ് ഈ സമയത്ത് അവിടെ ഓർക്കുന്നില്ല. ഓർമ്മപ്പെടുത്തലുകൾ അവന് കൊടുക്കുവാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 16:18 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവ് എത്ര വലിയൊരു അധികാരമാണ്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഉള്ള അധികാരം ഈ പത്രോസിന് കൊടുക്കുമ്പോൾ സഭ സ്ഥാപിക്കപ്പെടുവാനായിട്ടുള്ള പാറയാണവൻ എന്ന് പറയുന്നെങ്കിൽ ഇതൊന്നും യേശുക്രിസ്തു കുരിശിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പത്രോസിന് ഓർക്കാനായിട്ട് കഴിയുന്നില്ല. ജീവിച്ചിരിക്കുന്ന നമുക്കിനി കടൽ തന്നെയാണ് ശരണം എന്നുള്ള ചിന്തയോടുകൂടി ആ മനുഷ്യൻ നീങ്ങുകയാണ്. പാറ പോലെ വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ട പത്രോസ് മെഴുകുപോലെ ഉരുകി പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. പക്ഷെ കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. ലൂക്കോസ് 22:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചു. എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. സഹോദരരെ ശക്തിപ്പെടുത്തേണ്ട പത്രോസ് വിശ്വാസ ജീവിതത്തെ ദുർബലരാക്കുന്ന ഒരു തരത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്.
നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പത്രോസിൻ്റെ ജീവിതയാത്രയിൽ മനുഷ്യരെ പിടിക്കാനുള്ള ദൗത്യം കർത്താവ് ഏൽപ്പിച്ചുവെങ്കിൽ വീണ്ടും ആ ദൗത്യങ്ങളിൽ നിന്നെല്ലാം പിന്നോക്കം പോയിട്ട് പഴയ കടലിലേക്ക് തിരികെ ഈ മനുഷ്യൻ ചേരുകയാണ്. പക്ഷേ അവർക്ക് ആ രാത്രിയിൽ ഒന്നും കിട്ടുന്നതായിട്ട് ദിവസം പറയുന്നില്ല. ഉഷസ്സായപ്പോൾ ഒരു സ്വരം കടക്കരയിൽ ഉയർന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നൊരു ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവ് അവരെ വത്സിക്കുകയോ അവരെ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ കുറവുകളെപ്പറ്റി ഒന്നും ഓർത്ത് കർത്താവ് അതിനെപ്പറ്റി ഒന്നും പരാമർശം നടത്തുന്നില്ല. അവർ ഒരു രീതിയിലും അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകാത്ത രീതിയിൽ കർത്താവ് അവിടെ പെരുമാറുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാതൃകയായി നമ്മൾ കാണേണ്ടതാണ്. മറന്നുപോയതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം കർത്താവ് പിന്നീട് അവിടെ കൊടുക്കുകയാണ്. കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്നത് പ്രവൃത്തികളിലൂടെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ വല കഴിയുന്നൊരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നും കിട്ടാതെ വലിയ വേദനയിൽ ബാധിതരായ മനുഷ്യനോട് കർത്താവ് കടലിലേക്ക് വീണ്ടും വലയെറിയാൻ പറയുമ്പോൾ അദ്ദേഹം വലയിറക്കുകയും അടുത്തായിട്ട് നിറഞ്ഞ വലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുക്കുവൻ്റെ ആനന്ദം അല്ല അവിടുന്ന് പ്രകടിപ്പിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ പാദത്തിലേക്ക് വീണിട്ട് വലിയ വേദനയോടുകൂടി പറയുകയാണ്, എന്നെ നകന്നു പോകണമേ, ഞാൻ പാപിയാണ്. അപ്പോൾ ഇവിടെ പശ്ചാത്താപത്തിന് അനുതാപത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ച പത്രോസിനെയാണ് കർത്താവ് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെശയ്യ തൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അവരുടെ മധ്യ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്തൃസന്നിധിയിൽ യെശയ്യ 6-ാമത്തെ അധ്യായത്തിൽ പശ്ചാത്തപിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന ഒരു അനുഗ്രഹമുണ്ട്, ആരേനെ എനിക്ക് വേണ്ടി പോകും. അഗ്നിക്കല്ലുകൊണ്ട് സെറാഫുകളൊന്ന് അവൻ്റെ നാവിനെ സ്പർശിച്ച് കഴിയുമ്പോൾ അടുത്തായിട്ട് അവൻ ശക്തിയോടുകൂടി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പോകാം. അപ്പോൾ നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശുദ്ധിയാക്കപ്പെട്ടവരാണ്. ആ ശുദ്ധിയാക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ദൗത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണ കർമ്മം കൂടുതൽ കൂടുതൽ പൂർത്തീകരണത്തിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഭയപ്പെടേണ്ട എന്ന് ചൊല്ലി മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാൻ ദൈവം നിയോഗിച്ച പത്രോസിനോട് ദൈവം വീണ്ടും ദൗത്യം ഏൽപ്പിക്കുകയാണ്. വലതുവശത്തേക്ക് വല എറിയുക. അവിടെ മീനിൻ്റെ നിറവ് ലഭ്യമായി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് അപ്പോൾ പത്രോസിനോട് പറയുന്നത്, അത് കർത്താവാണ്. വിശുദ്ധ കുർബാന യേശുവിൻ്റെ മാറി ചാരിയിരുന്ന് സ്വീകരിച്ച ശിഷ്യനാണ് പത്രോസിന് ഇപ്പോൾ തിരിച്ചറിവ് കൊടുക്കുന്നത്. സഭയുടെ തലവനായിട്ടുള്ള പത്രോസാണ് മറ്റുള്ളവർക്ക് ബോധ്യം കൊടുക്കേണ്ടത്. പക്ഷേ അതിൽ പിന്നോക്കം പോയതുകൊണ്ട് മാറി ചാരിയവനാണ് കർത്താവിൻ്റെ ആ ദൗത്യത്തിൻ്റെ വലിയ ബോധ്യം പത്രോസിനിവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ സഹോദരന്മാരെ നീ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിടത്ത് പത്രോസിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് മാറിച്ചാരിയ യോഹന്നാന് കഴിയുന്നു. ശിമയോൻ അപ്പോൾ പുറങ്കുപ്പായി എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എന്ന് പറയുന്നുണ്ട്. പിന്മാറ്റക്കാരുടെ തലവന് അപ്പോഴിവിടെ ഉണ്ടാകുന്നത് മനംമാറ്റമാണ്.